ഹലോ എവ്രി വൺ. ഫൈൻഡിങ് ഫാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ ചലനം എന്ന ഭാഗമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലോസ് ഓഫ് മോഷനിലേക്ക് കടക്കുകയാണ്. ലോസ് ഓഫ് മോഷനിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമമാണ്. അതിനു മുൻപ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളുടെ PDF ഫയൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് കമൻറ്റ് ചെയ്യുക യെസ് എന്ന്. നിങ്ങളുടെ മെയിൽ ഐഡിയും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് ഞാൻ മെയിൽ ഐഡിയിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇത് പെട്ടെന്ന് വർക്കിംഗ് പ്രൊഫഷണൽസ് ഒക്കെ ആണെങ്കിൽ നോട്ട്സ് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. അല്ലാത്തവർ നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുക. കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ന്യൂട്ടന്റെ ചലന നിയമങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം, ആദ്യം ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബലം ഒരു സദിശ അളവാണ് എന്നുള്ളതാണ്. ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പറ്റി നമ്മളിതിൽ ഒരു ജനറൽ ഐഡിയ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ബലം എന്ന് പറയുന്നത് ഒരു സദിശ അളവാണ്. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണിത ബലം 0 പ്രയോഗിക്കപ്പെടുന്ന ബലങ്ങൾ സന്തുലിത ബലങ്ങൾ എന്നറിയപ്പെടുന്നു. അതായത് ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം എന്ന് പറയുന്നത് 0 ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ പ്രയോഗിക്കപ്പെടുന്ന ബലങ്ങളെയാണ് നമ്മൾ സന്തുലിത ബലങ്ങൾ എന്ന് പറയുന്നത്. സന്തുലിത ബലങ്ങൾക്ക് അവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിയില്ല. അതായത് ഇവിടെ അവസ്ഥയിലുള്ള എന്നല്ല, നിശ്ചലാവസ്ഥയിലുള്ള എന്നാണ്. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. സന്തുലിത ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിയില്ല. അതൊന്ന് ശ്രദ്ധിക്കണേ. സന്തുലിത ബലങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? അവയുടെ പരിണിത ബലം 0 ആയതുകൊണ്ട് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ സാധിക്കില്ല. പിന്നെ ഒരു വസ്തു ചലിക്കണമെങ്കിൽ അതിൽ എന്ത് ചെയ്യണം? അസന്തുലിതമായ ഒരു ബാഹ്യബലമാണ് പ്രയോഗിക്കേണ്ടത്. ആന്തരിക ബലങ്ങൾക്ക് വസ്തുവിനെ ചലിപ്പിക്കാൻ കഴിയില്ല. സന്തുലിതമല്ലാത്ത അസന്തുലിതമായ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ഒരു വസ്തുവിനെ ചലിപ്പിക്കണമെങ്കിൽ പ്രയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ ആന്തരികമായിട്ടുള്ള ബലങ്ങൾക്ക് വസ്തുവിനെ ചലിപ്പിക്കാൻ കഴിയില്ല. ഇത് ഒരു ജനറൽ ഐഡിയ നിങ്ങൾക്ക് ആദ്യമേ ഉണ്ടായിരിക്കണം. ഇത് ഈ ഓരോ പോയിന്റുകളും നമ്മൾ വിശദീകരിച്ച് മുന്നോട്ട് പറയുന്നതായിരിക്കും. എന്നാലും ആദ്യം ഒരു ജനറൽ ഐഡിയ ബലത്തിനെ പറ്റി ഉണ്ടാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഇത് ആദ്യം പറഞ്ഞ കാര്യം തന്നെ നമ്മുടെ 8ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ ബലത്തെ നിർവചിക്കുന്ന ഒരു ചലന നിയമങ്ങളിൽ പറയുന്ന കാര്യമാണ്. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണിത ബലം 0 പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ സന്തുലിത ബലങ്ങൾ എന്ന് പറയുന്നു. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിയില്ല. ഇവിടെ നോക്കുക, രണ്ട് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. അതിൽ രണ്ട് കുട്ടികൾ ഒരേ വശത്ത് നിന്ന് മേശ തള്ളുന്നു. അതേപോലെ രണ്ടാമത്തെ ചിത്രത്തിൽ രണ്ട് കുട്ടികൾ എതിർദിശകളിൽ നിന്ന് തുല്യബലം ഉപയോഗിച്ച് മേശ തള്ളുന്നു. ഇവിടെ ആദ്യം രണ്ട് കുട്ടികൾ ഒരേ ദിശയിൽ മേശ തള്ളുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? മേശ നീങ്ങും. എന്തുകൊണ്ടാണത്? കാരണം ഈ മേശയും തറയുമായിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓപ്പോസ് ചെയ്യാൻ തക്ക തരത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ ബലത്തിന് വസ്തുവിന് ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ആ വസ്തു നീങ്ങുന്നു, മേശ നീങ്ങുന്നു. മൊത്തം ഒരു 100 ന്യൂട്ടൺ ബലം ആ മേശയുടെ മുകളിൽ പ്രയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പം മേശ നീങ്ങും. എന്നാൽ രണ്ടാമത്തെ കേസിൽ നോക്കുക, ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും രണ്ട് പേര് ഒരേ ബലമാണ് കൊടുക്കുന്നത്. അതായത് അവിടെ സന്തുലിത ബലമാണ്. ആദ്യത്തെ കേസിൽ അസന്തുലിത ബലവും രണ്ടാമത്തെ കേസിൽ സന്തുലിത ബലവുമാണ്. ആദ്യത്തെ കേസിലെ ഫ്രിക്ഷനെക്കാട്ടിൽ കൂടുതലാണ് എന്തെന്ന് പറയുന്നത്? പ്രയോഗിക്കുന്ന അസന്തുലിത ബലം. രണ്ടാമത്തെ കേസിൽ രണ്ട് ബലങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പ്രയോഗിക്കുന്ന രണ്ട് ബലങ്ങൾ എന്ന് പറയുന്നത് രണ്ട് പേര് പ്രയോഗിക്കുന്ന ബലങ്ങളാണ്. അത് രണ്ടും തുല്യമായതുകൊണ്ട് എന്ത് സംഭവിക്കുന്നില്ല? മേശ അവിടെ നിന്ന് നീങ്ങുന്നില്ല എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കാം.
നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു വസ്തുവിൽ അസന്തുലിത ബലം പ്രയോഗിക്കുമ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയിലുള്ള വസ്തുവിന്റെ ചലന ദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരികയും ചെയ്യുന്നു. അതാണ് നമ്മൾ നേരത്തെ കണ്ട കാര്യം. അതായത് രണ്ട് കുട്ടികൾ ചേർന്ന് മേശ തള്ളുന്ന സമയത്ത് ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാൾ കൂടുതൽ ബലം പ്രയോഗിക്കാൻ സാധിക്കുന്നതുകൊണ്ട് മേശ നീങ്ങിപ്പോകുന്നു. അവിടെ അസന്തുലിത ബലമാണ് എന്തെന്ന് പറയുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സും അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ബലവും. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കുക, ഈ അസന്തുലിത ബലങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഒരുപാടെണ്ണം ഇവിടെ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ കേസിൽ ഒരു മേശ രണ്ടുപേര് ചേർന്ന് തള്ളുകയാണ്. പക്ഷെ ആദ്യത്തെ ആൾ അവിടെ കൊടുക്കുന്ന ഫോഴ്സ് 80 ന്യൂട്ടണും രണ്ടാമത്തെ ആൾ കൊടുക്കുന്ന ഫോഴ്സ് 40 ന്യൂട്ടണുമാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആള് തള്ളുന്ന ദിശയിലേക്കായിരിക്കും മേശ നീങ്ങുന്നുണ്ടാവുക. അവിടെ അസന്തുലിത ബലാണ്. തുല്യ ബലങ്ങളല്ല, അസന്തുലിത ബലങ്ങളായതുകൊണ്ട് മേശ നീങ്ങും. ഇനി രണ്ടാമത്തെ കേസിൽ നോക്കൂ, പഞ്ചഗുസ്തിയിൽ തുല്യ ബലം പ്രയോഗിക്കപ്പെടുന്ന സന്ദർഭം. രണ്ടുപേരും 120 ന്യൂട്ടൺ ബലമാണ് പ്രയോഗിക്കുന്നത്. അപ്പൊ കൈ അനങ്ങാതെ നിൽക്കും. അതാണ് അവിടെ നൽകിയിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കേസിൽ 400 ന്യൂട്ടൺ ഒരു ഭാഗവും 300 ന്യൂട്ടൺ ഒരു ഭാഗവും തമ്മിലുള്ള ഫോഴ്സ് പ്രയോഗിച്ചുകൊണ്ട് ഒരു വടംവലി മത്സരമാണ്. അതിൽ 400 ന്യൂട്ടൺ പ്രയോഗിച്ച ആൾക്കാരാണ് ജയിക്കുന്നത്. ആ ഭാഗത്തേക്കാണ് കയറ് നീങ്ങുക. കാരണം 400 ന്യൂട്ടൺ ബലം അവർ പ്രയോഗിക്കുന്നുണ്ട്. അവിടെ അസന്തുലിത ബലമാണ്. അപ്പോൾ ഒരു സൈഡിലേക്ക് കയർ നീങ്ങും. ഈ കാര്യം ഒന്ന് ഓർത്തു വയ്ക്കാം. ഇനി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖാ സമചലനത്തിൽ തുടരുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു അതിന് യൂണിഫോം വെലോസിറ്റിയിൽ തുടരുന്നതിന്, നേർരേഖാ സമചലനത്തിൽ യൂണിഫോം മോഷനിൽ തുടരുന്നതിന് അസന്തുലിതമായ ബാഹ്യബലം ആവശ്യമില്ല. അതിന് ചേഞ്ച് ഒന്നും വരുത്തണ്ട. അത് അതേ വേഗതയിൽ തന്നെയാണ് പോകേണ്ടതെങ്കിൽ അതിന് നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? എക്സ്റ്റേണൽ ആയി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പുറത്ത് നിന്ന് ഒരു ബലം കൊടുക്കേണ്ട ആവശ്യമില്ല. നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിലും അങ്ങനെ തന്നെയാണ്. നിശ്ചലാവസ്ഥയിൽ തുടരുന്നതിന് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടൊരു ബലം കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഈ ഒരു കേസുകളിൽ നിന്നാണ് നമ്മൾ ഒന്നാം ചലന നിയമം എന്ന് പറയുന്നത് നിർവചിക്കുന്നത്. എന്താണ് ഒന്നാം ചലന നിയമം? അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ തുടരുന്നതാണ്. ഇതാണ് ഒന്നാം ചലന നിയമം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമുണ്ട്. ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ആകെ ബാഹ്യബലം 0 ആണെങ്കിൽ ആ വസ്തുവിന്റെ ത്വരണം 0 ആയിരിക്കും. അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് ചേഞ്ച് ഒന്നും ഇല്ലല്ലോ. അതായത് യൂണിഫോം വെലോസിറ്റി പോകുന്ന ഒരു സാധനത്തിനും അതേപോലെ നിശ്ചലാവസ്ഥയിൽ പോകുന്ന ഒരു സാധനത്തിനും വെലോസിറ്റിയിൽ ചേഞ്ച് ഒന്നും ഇല്ല. അപ്പോൾ അതിന്റെ ത്വരണം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. വസ്തുവിൽ സഫല ബാഹ്യബലം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ ത്വരണം ഉണ്ടാവുകയുള്ളൂ. അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ത്വരണം സംഭവിക്കുന്നുള്ളൂ. ഇതിനൊരു ഉദാഹരണമായിട്ട് നമ്മുടെ +1 ടെക്സ്റ്റ് ബുക്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു ഇന്റർസ്റ്റെല്ലാർ സ്പേസിൽ കൂടി പോകുന്ന റോക്കറ്റ് അല്ല, എനിക്ക് തോന്നുന്നു അതൊരു ഉപകരണം, റോക്കറ്റുകളുമായിട്ട് ഇന്റർസ്റ്റെല്ലാർ സ്പേസിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു സാറ്റലൈറ്റോ എന്തോ ആണ്. ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് റോക്കറ്റുകളുമായിട്ട്, ഇവിടെ ഞാൻ എഴുതിയത് തെറ്റിപ്പോയതാണ്, എനിക്ക് തോന്നുന്നു സാറ്റലൈറ്റ് ആണ്. അപ്പോൾ അതിന് റോക്കറ്റുകളുമായിട്ടുള്ള ബന്ധമൊക്കെ വിച്ഛേദിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും തന്നെ ഇല്ല. അതിൻ്റെ നക്ഷത്രാന്തര സ്പേസിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു എനിക്ക് തോന്നുന്നു അതൊരു ഉപഗ്രഹമായിരിക്കണം. ഒരു ഉപകരണം സഞ്ചരിക്കുന്നു. അതിൻ്റെ ത്വരണം എത്രയാണെന്ന് ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം അവിടെ എന്തില്ല? റോക്കറ്റുകളുമായിട്ടുള്ള ബന്ധമൊക്കെ വിച്ഛേദിച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ എവിടെ നിന്നും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കിട്ടാനില്ല. എയർ റെസിസ്റ്റൻസും ഇല്ല, അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ അവിടെയുള്ള ത്വരണം എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അവിടെ ത്വരണം ഉണ്ടാവുകയില്ല എന്നുള്ളത് ഓർത്തു വയ്ക്കാം. പിന്നെ നമുക്ക് 2 കേസുകളുണ്ട്. ഒരു പുസ്തകം, ഒരു മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ കേസും രണ്ടാമത്തേത് യൂണിഫോം വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന ഒരു കാറിന്റെ കേസും. ഈ 2 കേസും നമുക്ക് എന്താണെന്ന് നോക്കാം.
ഇവിടെ ഒന്നാം ചലന നിയമം അനുസരിച്ച് ഒരു പുസ്തകം നിശ്ചലാവസ്ഥയിൽ തുടരുന്നതിൽ നിന്ന് അതിൽ അനുഭവപ്പെടുന്ന സഫല ബാഹ്യബലം 0 കണക്കാക്കാം. അതായത് ഭാരം അഥവാ W എന്ന ബലവും ലംബമായ R എന്ന ബലവും തുല്യവും വിപരീതവുമായിരിക്കും എന്നതാണ് ശരിയായ നിഗമനം. എന്തുകൊണ്ടാണ് ഈ മേശപ്പുറത്ത് ഈ പുസ്തകം അനങ്ങാതെ നിൽക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് അവിടെ കൊടുത്തത്. മേശപ്പുറത്ത് ഇരിക്കുന്ന പുസ്തകത്തിന് താഴോട്ട് എന്തുണ്ട്? താഴോട്ട് അതിന്റെ ഗുരുത്വാകർഷണ ബലം ഉണ്ട്. W is equal to mg. അതിന്റെ ഭാരമുണ്ട്. W is equal to mg ഉണ്ട്. മുകളിലോട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് നോർമൽ റിയാക്ഷൻ എന്നൊരു ബലവുമുണ്ട്. നോർമൽ റിയാക്ഷൻ എന്നുള്ളൊരു ബലവുമുണ്ട്. ഈ ബലങ്ങൾ സന്തുലിത ബലങ്ങളാണ് എന്ന് പറയുന്നത് കൊണ്ട്, അസന്തുലിത ബലങ്ങളാണ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവ തുല്യമാണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അല്ലേ? ഇവ തുല്യമാണ്, സോറി, ഇവ സന്തുലിത ബലങ്ങളാണ് എന്ന് പറയുന്നതിന്റെ കാരണം ഇവ തുല്യമാണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് അനങ്ങാതെ നിൽക്കുന്നത്. തുല്യവും വിപരീതവുമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്ന പുസ്തകം മേശപ്പുറത്ത് അനങ്ങാതെ നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ ഈ എന്തുകൊണ്ട് മേശപ്പുറത്ത് പുസ്തകം ഇരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു നിർവചനമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അടുത്തത്, നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലിക്കാൻ തുടങ്ങുന്ന ഒരു കാർ സങ്കല്പിക്കാൻ പറഞ്ഞു. അതാണ് നമ്മുടെ രണ്ടാമത്തെ കേസ്, ബി എന്ന് പറയുന്ന കേസ്. കാർ വേഗം നേടുകയും തുടർന്ന് മിനുസമുള്ള നേർപ്പാതയിലൂടെ സമവേഗത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു എന്ന് കരുതുക. ഒരു ഐഡിയൽ കേസാണ്. ഫ്രിക്ഷൻ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് കൂടെ സമവേഗത്തിൽ സഞ്ചരിക്കുകയാണെന്ന് കരുതുക. കാർ നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോൾ അതിലൊരു ബാഹ്യബലവും പ്രവർത്തിക്കുന്നില്ല, അല്ലേ? റെസ്റ്റിലിരിക്കുന്ന സമയത്ത് കാറിൽ ഒരു ബാഹ്യബലവും ഇല്ല. ചലിച്ചു തുടങ്ങുമ്പോൾ കാറിന് എന്തുണ്ടാകുന്നു? ത്വരണം ഉണ്ടാകുന്നുണ്ട്, അല്ലെ? കാറിന് ത്വരണം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അവിടെ എന്തോ ഒരു ഫോഴ്സ്, വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അതായത് പ്രവേഗത്തിൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു നേരത്തെ, ത്വരണം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? എക്സ്റ്റേണൽ ഫോഴ്സ് വേണം, ബാഹ്യബലം വേണം. ആരാണ് അവിടെ ബാഹ്യബലം കൊടുക്കുന്നത്? അതായത് ചലിക്കാത്ത സമയത്ത് അവിടെ എന്തില്ല? ഫ്രിക്ഷൻ. നമ്മൾ ഒരു ഐഡിയൽ കേസ് ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഇനി എന്ത് സംഭവിക്കുന്നു? നമ്മൾ സാധാരണ നിലയിൽ മൂവ് ചെയ്യുന്ന ഒരു ഫ്രിക്ഷൻ ഉണ്ട് എന്നുള്ള ഒരു കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഘർഷണമുണ്ട് എന്നുള്ള ഒരു കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ആ കാറിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം ചേഞ്ച് ചെയ്യാനുള്ള, മാറാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെ ഒരു ബലം പുറത്തു നിന്ന് പ്രയോഗിക്കപ്പെടുന്നുണ്ട്. ആ ബലം എന്ന് പറയുന്നത് ഈ ഫ്രിക്ഷൻ ആണ്, ഘർഷണ ബലമാണ്. കാറിന് മേൽ അനുഭവപ്പെടുന്ന ഒരു സഫല ബാഹ്യബലത്തിന് പ്രഭാവത്താലാണ് എന്ത് സംഭവിക്കുന്നത്? ത്വരണം ഉണ്ടാകുന്നത്. ആന്തരിക ബലങ്ങൾക്ക് കാറിൽ ത്വരണം സൃഷ്ടിക്കാൻ സാധിക്കില്ല. ഉള്ളിലുള്ള ബലങ്ങൾക്ക് എന്തുണ്ടാക്കാൻ പറ്റില്ല? ത്വരണം ഉണ്ടാക്കാൻ പറ്റില്ല. റോഡിലൂടെ ചലിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് കാറിൽ പ്രവർത്തിക്കുന്ന ഒരേയൊരു ബാഹ്യബലം. ഇത് നമുക്കൊരു വണ്ടറടിപ്പിക്കുമെങ്കിലും ഇതൊരു സത്യമായിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. അതായത് ഘർഷണ ബലമാണ്, ഫ്രിക്ഷൻ ആണ് ഇവിടെ ആക്സിലറേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഘർഷണമാണ് ഇവിടെ ത്വരണം സൃഷ്ടിക്കുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഐഡിയൽ കേസിൽ യൂണിഫോം വെലോസിറ്റിയിൽ കാർ മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ അവിടെ ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നില്ല? ഫോഴ്സ് കൊടുക്കുന്നില്ല. ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ ഇല്ല. യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പം ത്വരണമില്ല. ആ സമയത്ത് അവിടെ ഫ്രിക്ഷൻ ഇല്ല എന്നുള്ള കാര്യവും ഓർക്കുക. ഈ ഒന്നാം ചലന നിയമത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം എന്ന് പറയുന്നത്. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണതയെ, അഥവാ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ നിശ്ചല ജഡത്വം എന്ന് പറയും. അപ്പൊ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ എന്ത് പറയും? ചലന ജഡത്വം എന്ന് പറയും. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ഞാൻ അവിടെ കൊടുത്തിട്ടില്ല. നിശ്ചല ജഡത്വവും ചലന ജഡത്വവും രണ്ടും നോട്ട് ചെയ്ത് വെക്കാം.
എന്താണെന്നുള്ളത്. ഇനി രണ്ടിന്റെയും ഉദാഹരണങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പറയുന്നത് നിശ്ചല ജഡത്വത്തിനുള്ള ഉദാഹരണമാണ്. മാവിന്റെ കൊമ്പ് കുലുക്കുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ മാങ്ങ അടർന്നു വീഴുന്നു. മാവിന്റെ കൊമ്പ് കുലുക്കുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ മാങ്ങ അടർന്നു വീഴുന്നു. എന്തുകൊണ്ടാണ്? അതായത് മാവും മാങ്ങയും ഒക്കെ അവിടെ നിശ്ചലാവസ്ഥയിൽ നിൽക്കുകയാണ് അല്ലേ? ആ സമയത്ത് കൊമ്പ് കുലുക്കുകയാണ്, അവിടെ ഒരു ചലനാവസ്ഥ വരികയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ മാവിന്റെ ഞെട്ടിന്റെ മുകളിൽ നിന്ന് പൊട്ടിയിട്ടാണ് വരുന്നത് അല്ലേ? അപ്പം അവിടെ മുകളില് അതിന് നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? അത് അടർന്ന് കൊമ്പ് അടർന്ന് താഴോട്ട് മീൻസ് ഞെട്ട അടർന്ന് താഴോട്ട് വീഴുന്നത് അല്ലേ? ഓക്കെ ആണല്ലോ. ഇനി അട്ടി അടുക്കി വെച്ചിരിക്കുന്ന ക്യാരംസ് കോയിനുകൾ തെറ്റിക്കാതെ അടിയിലുള്ള കോയിൻ മാത്രം തെറിപ്പിക്കാൻ കഴിയും. കാരണം എന്താ? അടുക്കി വെച്ചിരിക്കുകയാണ്, അതിന് നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണതയുണ്ട്. നമ്മൾ ക്യാരംസ് കോയിൻ എന്ത് ചെയ്യുമ്പോൾ തട്ടി തെറിപ്പിക്കുന്ന സമയത്ത് അട്ടി തെറ്റാതെ തന്നെ അത് താഴോട്ട് വരും. കാരണം അതിന് ആ റെസ്റ്റ് തന്നെ തുടരാനുള്ള പ്രവണതയുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നിർത്തിയിട്ടിരിക്കുന്ന വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത് യാത്രക്കാർ പിന്നിലേക്ക് മറിയാൻ പോകും. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതായത് അത് നമുക്കൊന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ടെക്സ്റ്റ് ബുക്കിലാണുള്ളത്. ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമ്മളെ +1 ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇപ്പം എടുത്ത് കാണിച്ചാൽ ഗൂഗിളിൽ നിന്ന് എടുക്കാം. മലയാളം സമഗ്രയിൽ ഇത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? നമ്മുടെ സമഗ്ര എന്ന് പറയുന്ന സൈറ്റിൽ നമുക്ക് മലയാളത്തിൽ ടെക്സ്റ്റ് ബുക്ക് കിട്ടും. അപ്പം നമ്മൾ 11th ടെക്സ്റ്റ് ബുക്ക് കൊടുക്കുക, അവിടെ നമുക്ക് ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുക്കാം. ഇവിടെ നോക്കുക. യെസ്, ഇതാണ്. ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കുക. ഒന്നാം ചലന നിയമത്തിൽ നിർവചിച്ചിരിക്കുന്ന ജഡത്വം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമുക്ക് അനുഭവഭേദ്യമാണ്. നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ്സിൽ നാം നിൽക്കുകയാണെന്നിരിക്കട്ടെ. ഡ്രൈവർ പെട്ടെന്ന് ബസ് മുന്നോട്ടെടുക്കുന്നു എന്ന് കരുതുക. നാം പുറകിലേക്ക് വീഴാൻ കാരണം എന്തായിരിക്കും? നമ്മുടെ പാദങ്ങൾ ബസ്സിന്റെ തറയുമായി സമ്പർക്കത്തിലാണ്. ഘർഷണമില്ലെങ്കിൽ ബസ് മുന്നോട്ട് നീങ്ങുന്നതിനനുസരിച്ച് ബസ്സിന്റെ തറ നമ്മുടെ പാദങ്ങൾക്കിടയിൽ കൂടെ മുന്നോട്ട് തെന്നി നീങ്ങുകയും നാം നിൽക്കുന്ന അതേ സ്ഥലത്ത് തുടരുകയും അല്പം കഴിയുമ്പോൾ ബസ്സിന്റെ പിൻഭാഗം നമ്മെ ഇടിക്കുകയും ചെയ്യും. അതായത് ഫ്രിക്ഷൻ അവിടെ ഇല്ലെങ്കിൽ ബസ്സിന്റെ മുൻഭാഗം എന്ത് ചെയ്യും? മുന്നോട്ട് പോവും. നമ്മൾ തെന്നി ബാക്കോട്ട് പോവും. അവസാനം ബസ്സിന്റെ ബാക്കിൽ നമ്മൾ ഇടിക്കുകയും ചെയ്യും. പക്ഷെ അവിടെ എന്തുണ്ട്? ഘർഷണമുണ്ട്. അതായത് നമ്മുടെ പാദങ്ങളും ബസ്സിന്റെ തറയും തമ്മിൽ ഘർഷണ ബലം നിലനിൽക്കുന്നുണ്ട്. ബസ് ചലിക്കാൻ തുടങ്ങുന്നത് വളരെ പെട്ടെന്നല്ലെങ്കിൽ, അതായത് ത്വരണം വളരെ കൂടുതലല്ലെങ്കിൽ നമ്മുടെ പാദങ്ങൾക്ക് ബസ്സിനോടൊപ്പം ത്വരണം നൽകാൻ ഘർഷണ ബലത്തിന് സാധിക്കും. അതായത് അവിടെ ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രിക്ഷൻ അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആക്സിലറേഷൻ, അതായത് ഒരു ത്വരണം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ശരീരം എന്തല്ല, ഒരു ദൃഢവസ്തുവല്ല, കല്ലൊന്നും പോലത്തെ ഒരു സംഭവമല്ല, ഒരു റിജിഡ് ബോഡി അല്ല. അത് ഡീഫോർമേഷൻ അനുവദിക്കുന്ന തരത്തിലുള്ളതാണ്. അതായത് രൂപമാറ്റം, ചേഞ്ചിന് വിധേയമാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ തമ്മിൽ എന്തിന് സാധിക്കും? ആപേക്ഷിക ചലനത്തിന് സാധിക്കും. പാദങ്ങൾ ബസ്സിനോടൊപ്പം മുന്നോട്ട് സഞ്ചരിച്ചാലും മറ്റ് ഭാഗങ്ങൾ എന്ത് ചെയ്യും? ജഡത്വം മൂലം നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരും. അപ്പം ബസ് മുന്നോട്ട് ചലിക്കുമ്പോൾ നാം പിന്നിലോട്ട് വീഴും.
ഇത് സംഭവിക്കുമ്പോൾ പാദത്തിന് മുകളിലുള്ള മറ്റു ശരീരഭാഗങ്ങളിലെ പേശികൾ ബലം പ്രയോഗിച്ച് നമ്മുടെ ശരീരത്തെയും ബസ്സിനോടൊപ്പം ചലിക്കാൻ സഹായിക്കും. ഈ നേരെ ഓപ്പോസിറ്റ് കേസാണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോഴും സംഭവിക്കുന്നത്. നമ്മുടെ പാദങ്ങളും ബസ്സിന്റെ തറയും തമ്മിലുള്ള ഘർഷണബലം പാദങ്ങൾക്ക് ബസ്സിന്റെ തറയുമായുള്ള ആപേക്ഷിക ചലനത്തെ തടയും. എന്നാൽ നമ്മുടെ മറ്റ് ശരീരഭാഗങ്ങൾ ജഡത്വം കാരണം മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഇനേഷ്യ ഉള്ളതുകൊണ്ട്, ജഡത്വം ഉള്ളതുകൊണ്ട് ഓൾറെഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബസ്സിലുള്ള നമ്മുടെ കാലുകളും എന്ത് ചെയ്യും? ഒരു മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് ബസ് നിർത്തുന്ന സമയത്ത് നമ്മൾ മുന്നോട്ട് വീഴാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ പറഞ്ഞ ജഡത്വമാണ്, ചലന ജഡത്വമാണ്. നിശ്ചല ജഡത്വത്തിനും ചലന ജഡത്വത്തിനുമുള്ള ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ നേരത്തെ ഉദാഹരണങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ? ഇനി ചലന ജഡത്വത്തിനുള്ള എന്താണ് ഉദാഹരണമാണ്, ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിന്റെ ചലനാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണതയാണ്, അല്ലെങ്കിൽ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് എന്ത്? ചലന ജഡത്വം. അതിനുള്ള ഒരു ഉദാഹരണം ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നതാണ്. ഓടി വരുന്ന ഒരു അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയില്ല അല്ലെ? അതിന്റെ കാരണം എന്താണ്? ഓടിക്കൊണ്ട് വരികയാണ്, മോഷനിൽ തന്നെയാണുള്ളത്, പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ വീഴാൻ പോവും. അതുകൊണ്ട് കുറച്ച് ദൂരം കൂടി ഓടിയതിനു ശേഷമാണ് നിർത്തുക അല്ലേ? സ്പീഡ് കുറയ്ക്കുകയാണ് ചെയ്യുക പിന്നീട്. അതാണ് ചലനജഡത്വത്തിനുള്ള ആദ്യത്തെ എക്സാമ്പിൾ. വേറൊന്ന് പറയാനാണെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുന്നത്, പിന്നെ നമ്മുടെ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാനിന്റെ ലീവ്സ് കറങ്ങില്ലേ, അതും നമുക്ക് പറയാം. പിന്നെ ഓടുന്ന ട്രെയിനിൽ നിന്ന് ആൾക്കാർ ചാടി ഇറങ്ങുമ്പോൾ വീഴാൻ പോകുന്നത്, അപ്പം നമ്മളോട് കുറച്ച് ദൂരം കൂടെ ഓടിയതിന് ശേഷം സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി പറയുന്നില്ലേ, അത് ചലനജഡത്വത്തിന് ഉദാഹരണമാണ് കേട്ടോ. ഈ കാര്യം ഓർത്തു വെക്കുക. പിന്നെ ഒരു കാര്യമുള്ളത്, ഒരു വസ്തുവിന്റെ ജഡത്വം അതിന്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട്. ഒരു വസ്തുവിന്റെ ജഡത്വം അതിന്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നു. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. 2 കാര്യങ്ങൾ അതിന് ഉദാഹരണമായിട്ട് നൽകിയിട്ടുണ്ട്. ഭാരം കയറ്റിയ വാഹനങ്ങൾ വേഗത കുറയ്ക്കാതെ വളവ് തിരിയുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഭാരം കയറ്റിയ വാഹനങ്ങൾ വേഗത കുറയ്ക്കാതെ വളവ് തിരിയുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നു. ടാർ നിറച്ച ഒരു വീപ്പ ഉരുട്ടി നീക്കുന്നത് ഒഴിഞ്ഞ ഒരു വീപ്പ നീക്കുന്നതിനേക്കാൾ പ്രയാസകരമാണ്. അതായത് ഭാരം കയറ്റിയ വാഹനങ്ങളാണെന്ന് വിചാരിക്കുക, അത് വേഗത കുറയ്ക്കാതെ വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇതേ അവസ്ഥയിൽ തന്നെ പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. വളവ് തിരിയുമ്പം സ്പീഡ് കുറച്ചില്ലേ, സ്പീഡിൽ നേരെ അങ്ങ് പോവും, എന്നിട്ട് താഴേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത കേസിൽ ഒരു വീപ്പക്കുറ്റിയിൽ സാധനങ്ങൾ, ഒരു ടാറ് നിറച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാസ് കൂടുതലാണ്. മാസ് കൂടുതലാണെങ്കിൽ അതിന് പറയുന്ന ഇനേഷ്യ കൂടുതലായിരിക്കും. അതാണ് അവിടെ പറയുന്നത്. ഏത് ഇനേഷ്യായാലും, ചലന ജഡത്വം ആണെങ്കിലും നിശ്ചല ജഡത്വം ആണെങ്കിലും മാസ് കൂടുന്നതിനനുസരിച്ച് കൂടും എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ എല്ലാവരും പഠനം തുടരുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. എനാബിൾ ചെയ്താൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ബ്രഷപ്പ് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ടൈമിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എല്ലാവരും പറ്റുന്ന രീതിക്ക് നിങ്ങളെ വീഡിയോസ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.